ഇന്നിപ്പോൾ നമ്മുടെ വാരണാസി ട്രിപ്പിൻ്റെ ഡേ 2 ആണ്. രാവിലെ 6 മണിയായപ്പോൾ തന്നെ റൂം ചെക്കൗട്ട് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എങ്കിലേ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് പോയിട്ട് വരാൻ പറ്റത്തുള്ളൂ. വേറൊന്നുമല്ല, വേദിക്ക് സ്കൂൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചെത്തണം. അപ്പോൾ അതനുസരിച്ചിട്ടാണ് യാത്രയും പ്ലാനും കാര്യങ്ങളൊക്കെ. 4 ഡേയ്സ്, നമുക്ക് 4th ഡേ മാത്രമേ നമ്മളവിടെ വാരണാസിയിൽ എത്തത്തുള്ളൂ. 3 ഡേയ്സ് ട്രാവലുണ്ട്. 3 ഡേയ്സ് അല്ല, 4 ഡേയ്സ് ട്രാവലുണ്ട്. 4th ഡേ മാത്രമേ എത്തത്തുള്ളൂ. എങ്കിലും 4th ഡേ നമ്മൾ വാരണാസി എത്തിപ്പോൾ അത് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ അതിരാവിലെയൊക്കെ ഇറങ്ങേണ്ടി വരും. അതിരാവിലെ എന്ന് പറഞ്ഞാൽ 6 മണിയായിട്ടാണ് കേട്ടോ റൂം ചെക്കൗട്ടായി ഇറങ്ങിയത്. എന്നിട്ട് കൃഷ്ണഗിരി എത്തിയപ്പോഴേക്കും ഞങ്ങൾ ഹോട്ടൽ ശരവണ ഭവനിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാനൊരു സാമ്പാർ ഇഡ്ഡലി കഴിച്ചു. വേദ ഒരു ഗീ റോസ്റ്റ് വാങ്ങി. ഏട്ടൻ മൈസൂർ മസാല ദോശ വാങ്ങി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അവിടുത്തെ ഗീ റോസ്റ്റ് ആയാലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. എന്തായാലും ഇന്ന് കൂടെ ഇങ്ങനെ ആസ്വദിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. നാളെ ആയാൽ നമ്മൾ ഈ ഒരു സൗത്ത് ഇന്ത്യ വിട്ട് നോർത്തിലേക്ക് കയറുകയാണ്. നോർത്തിലേക്ക് കയറിയാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊക്കെ കുറച്ച് പാടാണ്. വിൻ്റർ സീസൺ ആയാലും അവിടെ കടകളെല്ലാം ഓപ്പണായി വരാനൊരു 12-11 മണിയൊക്കെ ആവും. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന പോലെ പാടാണ്. റൊട്ടി തന്നെയാണ് ശരണം. ഈ ഒരു ദോശയും ഇഡ്ഡലി ഒന്നും അവിടെ അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ. പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു പോവാം. ഇന്ന് ചെറുതായിട്ടൊന്ന് റൂട്ട് മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി, കുറച്ചേറെ കറങ്ങി ചുറ്റി ഒരു ലെവൽ ക്രോസ് ഒക്കെ താണ്ടിയാണ് വന്നത്. അപ്പോൾ വണ്ടിയിലിരുന്ന് അത്യാവശ്യം കഴിക്കാൻ സ്നാക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചിട്ടിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴേക്കും ക്യൂബ് ഫുഡ് പ്ലാസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുഡ് ഷോപ്പിംഗ് മോളിലേക്ക് കയറിയിട്ട് അവിടെ ഒരുപാട് KFCയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ഷോപ്പിൽ കയറി ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ബിരിയാണി ഓർഡർ ചെയ്തു. കൊള്ളത്തില്ലായിരുന്നു കേട്ടോ, ഭയങ്കര ഉപ്പായിരുന്നു. എങ്കിലും വിശപ്പിനെ തടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേണ്ടെങ്കിലും കഴിച്ചു. ഇനി അങ്ങോട്ട് പോയ കട കണ്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് കഴിച്ചിട്ട് കുറേ യാത്ര ചെയ്തു. ഒരു ഉറക്കമൊക്കെ ഇറങ്ങി എണീറ്റപ്പോഴേക്കും ചായ കുടിക്കാനുള്ള സമയമായി. ഇറാനി ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കി നടന്നു. ഹൈദരാബാദ് ഇങ്ങോട്ടേക്ക് വന്നാലും മിക്കവാറും ഇറാനി ചായ കാണാറുണ്ട്, കിട്ടാറുണ്ട്, കുടിക്കാറുണ്ട്. പക്ഷേ ഇന്ന് അതിന് വേണ്ടി നോക്കി വന്നതുകൊണ്ടാവാം ഇറാനി ചായ ഒന്നും കിട്ടിയില്ല. പിന്നെ വേറൊരു കടയിൽ കയറി ചായ കുടിച്ചു. പക്ഷേ ആ ചായ ഒരു ഇറാനി ചായയുടെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളിന്ന് സെക്കന്ദരാബാദിനടുത്തുള്ളൊരു ഹോട്ടലിലാണ് റൂം എടുത്തിട്ടുള്ളത്. നോർത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്ഥിരം എടുക്കാറുള്ള നവ്യ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ് റൂം എടുത്തത്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടാണ് ഇറങ്ങിയത്. എന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. അധികം ഫുഡ് കഴിക്കണം വിശപ്പുണ്ടായിരുന്നു, പക്ഷെ എന്തോ കഴിക്കാൻ ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് അന്വേഷണം നടന്നപ്പോഴാണ് തൊട്ട് ചേർന്നൊരു ദോശക്കട കണ്ടു. വലിയ പ്രതീക്ഷയുടെ നല്ല ദോശക്കടയിൽ കയറിയത്. പക്ഷേ ഒരുപാട് വെറൈറ്റി ദോശാസ് ഉണ്ടായിരുന്നു. അതിലൊരു ചീസ് ബട്ട ദോശയും ഒരു പ്ലെയിൻ ബട്ട ദോശയും പറഞ്ഞു. ദോശയാണെങ്കിൽ അതിഗംഭീര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഡേ 2 കഴിഞ്ഞു.